ആക്രമണത്തിന് പിന്നാലെ ഭീകരർക്കായി ബൈസറൻ വാലിയിലും പ്രദേശത്തും തെരച്ചിൽ ശക്തമാക്കിയിരിക്കുകയാണ് ഇന്ത്യൻ സൈന്യം. മാധ്യമപ്രവർത്തകരെ ബൈസറൻ വാലിയിൽ നിന്ന് മാറ്റി. പെഹൽഗാമിൽ നിന്ന് നോബൽ മാരിക്കാരൻ ചേരുന്നു. നോബൽ മാരിക്കാരൻ, ആദ്യം തന്നെ പറയാനുള്ളത് സ്റ്റേ സേഫ് എന്നാണ്. അവിടെ ഇനിയിപ്പോൾ ഒരു ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത തന്നെയുണ്ട്. ഭീകരരുമായുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക്, ഒരു കോമ്പിംഗ് ഓപ്പറേഷനിലേക്ക്, അതിർത്തിയിൽ കാണുന്നത് പോലെയുള്ള ഒരു രീതിയിലേക്കൊക്കെ പോകാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നു എന്നുള്ള സൂചനകളാണോ വരുന്നത്? സുജയ, അതിർത്തിയിൽ കാണുന്ന രീതിയിലുള്ള സേനാവിന്യാസമാണ് പെഹൽഗാമിലും അതോടൊപ്പം ബൈസൺ വാലിയിലുമൊക്കെ ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ ബൈസൺ വാലിയിൽ രാവിലെ എത്തിയതാണ്. ആ ഘട്ടത്തിൽ അവിടെ വലിയ സുരക്ഷയിലായിരുന്നു. പക്ഷേ പിന്നീട് പെട്ടെന്ന് ഉദ്യോഗസ്ഥർ അങ്ങോട്ട് എത്തുകയും അവിടെ സ്ഥിതിഗതികൾ അത്ര പന്തിയല്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ CRPFിൻ്റെയും അതോടൊപ്പം തന്നെ ജമ്മു കാശ്മീർ പോലീസിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ കൂടി സ്ഥലത്തേക്ക് എത്തുകയും മാധ്യമപ്രവർത്തകരെ അവിടുന്ന് കൂട്ടമായി തന്നെ താഴത്തേക്ക് കൊണ്ടുവരികയും ചെയ്തു. എന്താണെങ്കിലും ഇത്തരത്തിൽ സുരക്ഷ അവിടെയും കൂടുതൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ മേഖലകളിലൊക്കെ ഭീകരരുടെ സാന്നിധ്യം ഉണ്ട് എന്നൊരു സൈന്യത്തിനുണ്ട്. നമ്മൾ തിരിച്ച് ഇറങ്ങുന്ന വഴിക്ക് തന്നെ CRPFുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില നീക്കങ്ങൾ, അതായത് ചില സംശയാസ്പദമായ ചലനങ്ങൾ ഉണ്ടായി എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ CRPF ഉദ്യോഗസ്ഥർ ഉടനെ തന്നെ വനത്തിലേക്ക് തിരച്ചിലിനായി പോകുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം അവിടെ എത്തിക്കൊണ്ട് അത് നിരീക്ഷിക്കുകയും അവർ തിരിച്ച് കൺട്രോൾ റൂമിലെത്തി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്തു എന്നത് പ്രധാനപ്പെട്ടതാണ്. അത്തരത്തിൽ ഇപ്പോഴും ഒരു സാഹചര്യം, ഭീകരാക്രമണ സാഹചര്യമൊക്കെ ഇപ്പോഴും ഉണ്ട് എന്ന് യാഥാർത്ഥ്യമാണ്. ഞാൻ ഉള്ളത് പെഹൽഗാം സിറ്റിയിലാണ്. ഈ സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം 10,000-ഓളം വരുന്ന ടൂറിസ്റ്റുകൾ വന്നു പോകുന്ന ഒരിടമാണ്. ആ സിറ്റിയിൽ ഇന്നിപ്പോൾ കുറച്ച് മാധ്യമപ്രവർത്തകരല്ലാതെ മറ്റ് ആരുമില്ല. നമുക്ക് ദൃശ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ കാണാൻ കഴിയും. ആകെ വിരലിലെണ്ണാവുന്ന 1-2 കടകൾ മാത്രമാണ് തുറന്നിരിക്കുന്നത്. ബാക്കി ഒന്നുമില്ല, ആളുകളില്ല. മൊത്തം സുരക്ഷാ ഉദ്യോഗസ്ഥരും പിന്നെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ കുറച്ച് ഇത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എത്തിക്കുന്ന മാധ്യമപ്രവർത്തകരും മാത്രമാണ് ഇന്നിപ്പോൾ ഇവിടെ ഉള്ളത്. പരിസരവാസികളടക്കം എന്താണെങ്കിലും അധികം പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല എന്നും യാഥാർത്ഥ്യമാണ്. അത്തരത്തിലുള്ളൊരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ പെഹൽഗാമിൽ കാണാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ബൈസൺ വാലിയിലേക്ക് തൽക്കാലത്തേക്ക് ആരെയും കടത്തിവിടേണ്ട എന്ന തീരുമാനം സുരക്ഷാ സേന എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി കൂടുതൽ ഉദ്യോഗസ്ഥരടക്കം മേഖലയിലേക്ക് വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ പെഹൽഗാമിൻ്റെ ഒരു വശം എന്ന് പറയുന്നത് പൈൻ മരങ്ങളാൽ ചുറ്റപ്പെട്ടതും അതോടൊപ്പം തന്നെ നല്ല വലിയ മലനിരകൾ, അതിന് മുകളിൽ മഞ്ഞ് പുതച്ചിരിക്കുന്ന ഒരു പ്രദേശമാണ്. നമുക്ക് നോക്കുമ്പോൾ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും എത്രത്തോളം മനോഹരമായ ഒരു സ്ഥലമാണ് ഈ പെഹൽഗാം എന്ന് പറയുന്നത്. ഇതിന് താഴെ ഒരു സുന്ദരമായ നദി ഒഴുകുന്നുണ്ട്. അത്തരത്തിൽ അതിമനോഹരമായ സ്ഥലമാണ്. ടൂറിസ്റ്റുകൾക്ക് വളരെ പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഇവിടെ ജമ്മു കാശ്മീരിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ഒഴിച്ചു മാറാൻ കഴിയാത്ത, അല്ലെങ്കിൽ വന്ന് സന്ദർശിച്ച് പോകാതിരിക്കാൻ കഴിയാത്തൊരു സ്ഥലം കൂടിയാണ് ഈ പെഹൽഗാം എന്നതും പ്രധാനപ്പെട്ടതാണ്. അത്ര സുരക്ഷ ഇവിടെ ഉണ്ടായിരുന്നു നേരത്തെയുമൊക്കെ. എന്താണെങ്കിലും ഈ പ്രദേശം നമുക്ക് ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ അതിമനോഹരമായ നല്ല ദൃശ്യങ്ങൾ നൽകുന്ന, മനസ്സിൽ കുളിർമ നൽകുന്ന ഒരു സ്ഥലം തന്നെയാണ് പെഹൽഗാം. ഇപ്പോഴും ആ പെഹൽഗാമിൻ്റെ സൗന്ദര്യത്തിന് ഒരു പകരം പറ്റിയിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും വിനോദസഞ്ചാരികൾ അടക്കമുള്ള ആളുകൾക്ക് ഇങ്ങോട്ടിനി ഇപ്പോൾ എപ്പോൾ എത്തിപ്പെടാൻ കഴിയും എന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം ഈ ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, നിലവിലത്തെ സാഹചര്യത്തിൽ മറ്റെന്തെങ്കിലും അഴിച്ചുസംഭവങ്ങൾ ഉണ്ടാകുമോ എന്നൊരു ഭീതി ടൂറിസ്റ്റുകൾക്കടക്കമുണ്ട്. കേരളത്തിലൊക്കെ അങ്ങനെയാണെങ്കിൽ ആ വനമേഖലയിലുണ്ട് എന്ന സംശയം ഇപ്പോൾ ബലപ്പെട്ടിട്ടുണ്ടാകണം. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിൽ കാണിച്ച ഇടങ്ങളിൽ നിന്നൊക്കെ പൂർണ്ണമായും ആളുകളെ, മാധ്യമങ്ങളെയൊക്കെ മാറ്റിയിരിക്കുന്നത്. സൈന്യം പൂർണ്ണമായും പഹൽഗാമിന്റെ ബൈസൺ വാലിയുടെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുകയാണ്.